ചാക്കോച്ചൻ പേഴ്സണൽ ആക്ടറാണല്ലോ. പിന്നെ ചാക്കോച്ചനെ എഴുതിപ്പിച്ചാലും പിന്നെ അത് നമ്മൾ കൺസീവ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. പിന്നെ പുള്ളി ഒരു ആക്ടറാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളായിട്ട് പുള്ളിയെ പിന്നെ കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ട്രാക്കിൽ കൊണ്ടുവന്ന് ചാക്കോച്ചൻ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ചാക്കോച്ചനവിടെ അപ്പുറത്ത് തിളങ്ങുമ്പോൾ തന്നെ ഒപ്പം പിടിക്കാൻ വില്ലന്മാരില്ലെങ്കിൽ നിൽക്കില്ല. ആ സെയിം ഹെവി ഡ്യൂട്ടി വില്ലന്മാർ ഇപ്പോഴത്തെ പ്രകടനം കാഴ്ചവെക്കുന്നത്. സോ അവരിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി ഇല്ല, ഓഡീഷനിലൂടെയാണ് പലരെയും സെലക്ട് ചെയ്തത്. വിശാഖം മാത്രമേ ഓഡീഷൻ, അല്ലാതെ ബാക്കി എല്ലാവരും ഓഡീഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാവരും ഓഡീഷൻ ചെയ്തിട്ടാണ് സിനിമയിൽ സെലക്ട് ചെയ്തത്. പിന്നെ പെർഫോമൻസിന് മാക്സിമം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. മാക്സിമം എല്ലാ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഞാൻ ഗിരീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ 2 വർഷം പുള്ളി ഫുൾ ടൈം നിന്നാണ്. അപ്പം പുള്ളിയാണ് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ റോബി, ഷാഹി, മാർട്ടിൻ, നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ ചമ്മൻ ചാക്കോയെ എടുത്തു പറയുന്നത്. ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഒരു സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. റോബിയുടെ ക്യാമറ വർക്കാണെങ്കിൽ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞാനിപ്പോൾ എണ്ണി പറയാൻ. ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് പലതും. നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ ഇതിൽ. ഡ്രഗ്സിൻ്റെ ഉപയോഗം, പെൺകുട്ടികൾ വഴി തെറ്റുന്നതാണ്. അല്ല, ഡ്രഗ്സിൻ്റെ ഉപയോഗം നമുക്ക് സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഡെയിലി പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ടി വിയിൽ ന്യൂസ് ചാനൽ കാണുമ്പം ഡെയിലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആ ഡ്രഗ്സ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരാളെ പിടിക്കുമ്പം കൂടെ ഒരു പെൺകുട്ടികളുണ്ടാകും. ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങനെയൊന്നും പറയാനല്ല, അങ്ങനെയൊന്നുമില്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്. 5-ാം മതിര നമ്മളെക്കാട്ടും കഴിവ് തെളിയിച്ച് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ സിനിമയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ സിനിമ 1000 ദിവസം കഴിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. ഹിറ്റാണോ എന്നാണ് പ്രാർത്ഥന. അതെനിക്കറിയില്ല. ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ പറയാനുള്ള ക്ഷേമിലല്ല. അത് ഏത് പടം ഇറങ്ങിയാലും അങ്ങനെ പറയാൻ അങ്ങനെ ഒരു ചിന്ത തൽക്കാലം ഇപ്പോൾ ഇല്ല. ഓക്കെ.